നമ്മുടെ വാഹനത്തിൽ എപ്പോഴും നമ്മളൊരു ടയർ ഇൻഫ്ലേറ്റർ സൂക്ഷിക്കുക. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് ടയർ റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഒരു ലോങ് ട്രിപ്പ് എപ്പോഴും പോകുമ്പോൾ ടയർ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. കാരണം നമ്മളിത് വഴിക്കൽ പഞ്ചറായിട്ട് കുടുങ്ങുകയോ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ആയിട്ട് കുടുങ്ങുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരെയും ഹെൽപ്പിനൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ നിയറസ്റ്റ് ടയർ ഷോപ്പിൽ പോവുക, വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് 4 ടയറും അഴിക്കുക. ടയർ ചെക്ക് ചെയ്യുമ്പോൾ വീൽ അഴിച്ച് ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഇൻസൈഡ് എപ്പോഴും നമുക്ക് വിഷ്വലി കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം 4 ടയറും അഴിച്ച് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയറിന്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ എയർ ഉണ്ടോ? പലരും ഈ സ്റ്റെപ്പിനി വാഹനം മേടിച്ചതിന് ശേഷം എടുത്തിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് എയർ അടിച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, എന്താണ് അതിന്റെ കണ്ടീഷൻ എന്നുള്ള ചെക്ക് ചെയ്ത് അതൊന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനത്തിൽ എപ്പോഴും നമ്മളൊരു ടയർ ഇൻഫ്ലേറ്റർ സൂക്ഷിക്കുക. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന ട്യൂബ്ലെസ് ടയറുകളിൽ പഞ്ചർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എയർ കുറയില്ല. അത് വളരെ മെല്ലെ മെല്ലെ കുറയില്ല. കുറയുമ്പോൾ തന്നെ നമുക്ക് TPMS നമുക്ക് അതിന് വാണിംഗ് കാണിക്കും എയർ കുറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ വീലിൽ നമ്മളെ ഇൻഫ്ലേറ്റർ വെച്ചിട്ട് നമുക്ക് എയർ അടിക്കാം. ഇപ്പൊ എമർജൻസി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പഞ്ചറായി കൂടിയാൽ നമുക്ക് നെക്സ്റ്റ് നമ്മളെ ടയർ ഷോപ്പ് വരെ എത്താൻ അത് ധാരാളമാണ്. നമുക്ക് എയർ ഫില്ല് ചെയ്തിട്ട് പോകാൻ പറ്റും. അതും അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു പഞ്ചർ കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കേസുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യാന്നുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ഒട്ടും പേടിക്കാതെ പോയിട്ട് വരാം ടയറിന്റെ കേസിൽ.